ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്ബോർഡ് മക്കളെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സെൽസബിൻ സാറാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വേറൊരു കണ്ടന്റും അല്ല, നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ, പാസ് മാർക്കിനുള്ള കാര്യം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈവിൽ ഒരുപാട് ദിവസമായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, സാറേ പാസ് മാർക്കിനുള്ള, സാറേ എനിക്ക് A+ കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പാസ് ആവാനുള്ള മാർക്കുള്ള കണ്ടന്റ് എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ച് നടന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞേനെ, നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് പഠിക്കാനുള്ള കാര്യമാണെങ്കിൽ തരാൻ ആര് റെഡിയാണ്, എജുബോട്ടും ഞാനും തയ്യാറാണെന്ന് നിങ്ങളോട് പറയാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു പാസ് മാർക്ക് വാങ്ങാൻ എന്ത് ചെയ്യണം. ഓക്കെ, അപ്പോൾ പാസ് മാർക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ +2 എക്കണോമിക്സിലെ എല്ലാ ചാപ്റ്ററും പഠിക്കണോ? വേണ്ട. നമ്മുടെ മൈക്രോയിലുള്ള 6 ചാപ്റ്റർ അല്ല 5 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളൂ. അതേസമയം മാക്രോയിൽ നിന്ന് നമുക്ക് 6 ചാപ്റ്ററും പഠിക്കാനുണ്ട്. ഇത് മുഴുവൻ പഠിക്കണമെന്നില്ല നമുക്ക് പാസ്സാവാൻ. അപ്പോൾ പാസ് മാർക്ക് വാങ്ങാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പം വീഡിയോ തുടക്കം തൊട്ട് നിങ്ങൾ മാത്രം കണ്ടാൽ മതി. കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന എന്തിനു വേണ്ടിയല്ല, A+ന് വേണ്ടിയല്ല, എങ്ങനെ പാസ്സാവാം എന്നുള്ള കണ്ടന്റാണ്. എങ്കിൽ ഒരു കാര്യം കൂടി നമുക്ക് വെച്ചിട്ട് തുടങ്ങാം. വേറെ ഒന്നുമല്ല, നമ്മുടെ എല്ലാ കുട്ടികൾക്കും പാസ്സാവാനുള്ള മാർക്കിനുള്ള കണ്ടന്റ് ഈ വീഡിയോയിൽ നിന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മൈക്രോ എക്കണോമിക്സിൽ ഏകദേശം 30 മാർക്കോളം ചോദ്യങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഏറ്റവും കുറഞ്ഞ മാർക്ക് വെച്ചിട്ടാണ് ഓരോ ചോദ്യത്തിനും കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 30 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഈ മൈക്രോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ ചാപ്റ്റർ എന്നുള്ള ടൈപ്സ് ഓഫ് എക്കോണമീസ്, അതായത് വിവിധതരം സമ്പദ് വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലറിയാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസം, അതേപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 മാർക്കിനെങ്കിലും ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 2 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങളത് പഠിച്ചേക്കാം. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ അത്രയും നല്ലത്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയുള്ള PPC ആണ്, അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി വക്രം, അഥവാ നമ്മൾ എന്താ പറയും, ഉൽപ്പാദന സാധ്യതാ വക്രം. ഓക്കെ, ഞാൻ PPC എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അതിന് മലയാളം ചേർക്കാൻ. അപ്പോൾ ഈ PPCയുടെ ചോദ്യം ചിലപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ 3 പോയിന്റുകൾ ഏതാണെന്ന് പറഞ്ഞിട്ടോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു 2 മാർക്ക് PPC എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എത്ര മാർക്കായി? 4 മാർക്കായി അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവാണ്. അഥവാ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിസ്സംഗതാ വക്രം അല്ലേ. ഒരു കൺസ്യൂമറിന് പരമാവധി സംതൃപ്തി നൽകുന്ന പോയിന്റുകളാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ ഈ പറയുന്ന ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് നമുക്കൊരു 2 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും കുറച്ച് മാർക്കുകളായിട്ട് നമ്മൾ കൂട്ടിയാൽ 6 മാർക്കായി. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ബജറ്റ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതിൽ തന്നെ ബജറ്റ് ലൈൻ്റെ കൺസ്ട്രെയിൻസോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, സ്ലോപ്പ് അഥവാ അതിൻ്റെ ചെരിവ്, പിന്നെ ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻസ്, ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണമെങ്കിലും നമുക്ക് ചോദിക്കുന്ന പ്രതീക്ഷിക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിച്ചേക്കുക. ഓക്കെ, അപ്പോൾ 2 മാർക്ക് എന്തായി, അവിടെ നിന്ന് നമുക്കായി അല്ലേ. 2 മാർക്ക് വീതം മാത്രമായിട്ട് നമ്മൾ കൂട്ടുന്നത്, ഏറ്റവും കുറച്ച് മാർക്ക് വെച്ചിട്ടാണ് കൂട്ടുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയാൻ ചാൻസ് ഉള്ളത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്നാണ് ഈ ക്വസ്റ്റ്യനും വരുന്നത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി ഇതല്ല ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ചോദിക്കുന്നത് എന്തായിരിക്കും, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. 2 ചോദിച്ചാലും നമുക്ക് സെയിം ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പം ഇതിന് നമുക്ക് എത്ര മാർക്ക് കൂട്ടാം, 2 മാർക്ക് കൂട്ടാം. ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് പല രീതി ചോദിക്കാം. ഒന്ന് ഇക്വേഷൻ വഴി ചോദിക്കാം, 2 ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാ, ഇങ്ങനെ അപ്പോഴ് സ്ലോപ്പിംഗ് ആയിട്ടല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഇങ്ങനെ ഗ്രാഫുകൾ പഠിച്ച് ഓർമ്മയുണ്ടല്ലോ. ഈ ടൈപ്പുള്ള എന്ത് ചെയ്യാം, ഗ്രാഫിക്കൽ മെത്തേഡിൽ ചോദിക്കാം. അതുപോലെ ലീനിയറിലും എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. ലീനിയറിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5 പോയിന്റുകളായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ 5 പോയിന്റുകൾ വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഏറ്റവും കുറച്ച് നമ്മൾ കൂട്ടിയത് 2 മാർക്കാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നു. എല്ലാ തവണയും ചോദിക്കുന്ന ടേബിളിൽ നിന്നും മാറ്റം വരുത്തി ഇത്തവണ ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ അത് ഏറ്റവും ഈസി ആണെന്ന് എനിക്ക് തോന്നിയത്. കാരണം എന്താ പറയുക, ടേബിൾ കണ്ടെത്താൻ നമുക്ക് ഒരുപാട് സമയം വേണം, പക്ഷേ ഇക്വേഷൻ മാത്രം അറിയുന്ന ഈസി ആയിട്ട് 3 മാർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതേ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 മാർക്കിന് പ്രതീക്ഷിക്കാം. ഓക്കെ, അതിൻ്റെ ഒരു 3 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം. അത് തന്നെ ഒരുപക്ഷെ എന്താവാം, TC TVC TFC കർവുകൾ മാത്രമോ അല്ലെങ്കിൽ AC AVC AFC കർവുകൾ മാത്രം തന്നിട്ടോ കർവിൻ്റെ പേര് എഴുതാൻ വരെയുള്ള ചോദ്യങ്ങളാവാം. ഓക്കെ, ഇനി അടുത്തത് AC MC തമ്മിലുള്ള റിലേഷനോ അല്ലെങ്കിൽ AC ABC തമ്മിലുള്ള റിലേഷനോ MC യും ABC തമ്മിലുള്ള റിലേഷനോ ചോദിക്കാം. എന്ത് ചോദിച്ചാലും സെയിം ആയിട്ടുള്ള റിലേഷനാണ് എല്ലാത്തിനും ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി പഠിച്ചേക്കാം. അതിൽ എത്ര മാർക്ക് കൂട്ടാം, നമുക്ക് 2 മാർക്കിന് കൂട്ടാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഈ പറയുന്ന ഷോർട്ട് റണ്ണും ലോങ് റണ്ണും. എന്താണ് ഷോർട്ട് റൺ, എന്താണ് ലോങ് റൺ എന്നുള്ളത് നിങ്ങൾ പഠിച്ചേക്കുക. ഇനി അതിൻ്റെ ഉൽപ്പാദന ധർമ്മം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതും കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക. നമുക്ക് അതെന്ത് ചെയ്യാം, ഒരു 2 മാർക്ക് അതും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന 4ാമത്തെ ചാപ്റ്ററാണ്, അതാണ് പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ മൈക്രോയിലെ വലിയ ചാപ്റ്ററാണ്. അപ്പോൾ ഈ പറഞ്ഞ പൂർണ്ണ മത്സര കീടകമ്പോളം അല്ലെങ്കിൽ പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് പഠിച്ചേക്കാം. ഒരു 3 മാർക്കെങ്കിലും നമുക്ക് അവിടെ നിന്ന് ചോദ്യം വരാറുണ്ട് പൊതുവെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചേക്കാം. നെക്സ്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നിങ്ങൾ വേറെ ഒന്നും ആ ചാപ്റ്ററിൽ പഠിച്ചില്ലെങ്കിൽ വേണ്ടില്ല. ഈ പറയുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഏതാണ്,
പെർഫെക്റ്റ് കോമ്പിനേഷനിലെ ലാഭം പരമാവധിയാക്കാൻ വേണ്ടിയുള്ള 3 നിബന്ധനകൾ എന്ത് ചെയ്യുക, അതെന്തായാലും പഠിക്കുക. 3 നിബന്ധനകൾ മാത്രം പഠിക്കുക. ഒരു 3 മാർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, 3 മാർക്ക് മാത്രം നിബന്ധന വഴി കിട്ടും. ഇതെപ്പോഴും സാധാരണ ചോദിക്കാനുള്ള ഷോർട്ട് റൺ വെച്ചിട്ടാണ്. ഇത്തവണ എന്ത് ചെയ്യാം, ഷോർട്ട് റൺ വെച്ചിട്ട് തന്നെയാണ് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്. ചിലപ്പോൾ ചോദിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ, ചോദ്യം സെയിം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞിരുന്ന ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ ആണ്. ഇതും നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ എന്നുള്ളതിനാണ്. 4ാമത്തെ ചാപ്റ്ററിൽ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ 3 ഫാക്ടേഴ്സ് ഉള്ളത് അല്ലേ, 3 ഘടകങ്ങളാണ് സപ്ലൈ നിർണ്ണയിക്കുന്ന 3 ഘടകങ്ങളുള്ളത്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം, നമുക്കൊരു 3 മാർക്കിന് ഈ ക്വസ്റ്റ്യനും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കുന്നത് ലാസ്റ്റ് ചാപ്റ്റർ, മൈക്രോ ലാസ്റ്റ് ചാപ്റ്ററാണ്. പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോർ ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അതിൽ പ്രൈസ് സീലിംഗ് എന്ന് വെച്ചാൽ എന്താണ്, വില പരിധി എന്താണെന്നോ അല്ലെങ്കിൽ തറവില പ്രൈസ് ഫ്ലോർ എന്താണെന്ന രീതിയിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും ചേർത്തുള്ള ചോദ്യം എന്ത് ചെയ്യാം വരാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാക്സിമം പ്രതീക്ഷിക്കാവുന്ന മാർക്ക് 5 മാർക്കൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മൾ അതിൽ ഏറ്റവും കുറച്ച് കൂട്ടാണ് 3 മാർക്ക് നമ്മളവിടെ കൂട്ടുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം നിങ്ങൾ കൂട്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഏകദേശം ഒരു 30 മാർക്കുള്ള മാക്രോയിലല്ല മൈക്രോയിലെ കണ്ടൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ എന്ത് ചെയ്യുമോ പോരാ, നമ്മൾ എന്ത് ചെയ്യുക, റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് നമ്മളതിന് കൂടുതലായിട്ട് മാക്രോയിലുള്ള കണ്ടൻസ് കൂടി നോക്കണേ. മാക്രോയിൽ ഒരു 25 മാർക്കുള്ള കണ്ടൻറ്റാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ വരിക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിയോളൂ, ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, അഥവാ മാക്രോ എക്കണോമിക്സ് ഉണ്ടായി വന്നതിൻ്റെ ആ ഒരു ചരിത്രം പറയുന്നുണ്ടല്ലോ, ആ ഭാഗം വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്, മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ കെയ്ൻസ് തന്നെയാണ്. കെയ്ൻസിൻ്റെ പുസ്തകം പഠിക്കുക. ഇതൊക്കെ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു 3 മാർക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരാം. ഓക്കെ, 3 മാർക്കിനാണ് അവിടെ നിന്ന് ചോദ്യം വരുന്നത്. നെക്സ്റ്റ്, സെക്ടേഴ്സ് ഇൻ ആൻ എക്കോണമി. നമ്മുടെ ഒരു എക്കോണമിയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സെക്ടേഴ്സിനെ കുറിച്ച് എല്ലാ തവണയും ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പൊതുവെ അത് വായിക്കാതെ പറഞ്ഞ്. പക്ഷെ പേടിക്കണ്ട, നമുക്ക് 4 സെക്ടേഴ്സാണ് പഠിക്കാനുള്ളത് അല്ലേ. ഈ 4 സെക്ടേഴ്സും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 മാർക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. എന്താണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്? അത് വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മുടെ ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കണ്ടന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അത് മാത്രം വെച്ചിട്ട് തന്നെ ചോദ്യം വരുള്ളൂ. സ്റ്റോക്ക് ഫാക്ടർ ഏതാണ്, ഫ്ലോ ഫാക്ടർ ഏതാണെന്നുള്ള കാര്യം പഠിച്ചു നോക്കുക. പിന്നെ അതുപോലെ തന്നെ നോർമേറ്റീവ് ആൻഡ് പോസിറ്റീവ് എക്കണോമിക്സ് കേട്ടോ, അത് ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷേ നമ്മൾ എന്താണ് ചേർക്കാതെ വേറൊന്നുകൊണ്ടല്ല, നമ്മൾ മൈക്രോയിൽ ജസ്റ്റ് ഒരിത്തിരി കൊടുത്തുള്ളൂ. അപ്പോൾ നോർമേറ്റീവും പോസിറ്റീവ് എക്കണോമിക്സ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണ്ടോ എന്താണ് സംഗതി എന്നുള്ളത് മാത്രം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് GDP ഡീഫ്ലേറ്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. നമ്മുടെ ഈ പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ മാക്രോയിലെ 2ാമത്തെ ചാപ്റ്റർ നമുക്കറിയാം നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ്, ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അതിന് GDP ഡീഫ്ലേറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ അവിടെ നിന്നും നോമിനലും റിയൽ GDP എന്നുള്ള ഒരു പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് നോമിനൽ GDP? നമ്മൾ സാധാരണ ക്യാപിറ്റൽ ലെറ്ററിലാണ് സൂചിപ്പിക്കുക. ഇനി എന്താണ് റിയൽ GDP? നമ്മളതിനെ സ്മോൾ ലെറ്ററിലാണ് സൂചിപ്പിക്കുക. എന്നിട്ട് അതിനെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, GDP ഡീഫ്ലേറ്റർ കിട്ടും അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ കൂടി വെച്ചിട്ട് നിങ്ങൾ പഠിച്ചേക്കാം. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എത്ര മാർക്കായി? 2 മാർക്ക് പറഞ്ഞ് സ്റ്റോക്കും ഫ്ലോയിൽ നിന്നും 2 മാർക്കും പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി GDP ഒരു വെൽഫെയർ ഇൻഡെക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ, ഈ ഒരു ലെവലിൽ എന്ത് ചെയ്യാം, ചോദ്യം പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഒരു 3 മാർക്കെങ്കിലും മിനിമം ആ ചോദ്യം ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടാവും. നമുക്കറിയാം GDP ഒരിക്കലും ഒരു വെൽഫെയർ ഇൻഡെക്സ് ആയിട്ട് പറയാനേ പറ്റില്ല, നമുക്കറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അതെന്ത് ചെയ്യുക, എൻ്റെ മക്കൾ വൃത്തിയായിട്ട് പഠിച്ചോക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞ ഫങ്ഷൻസ് ഓഫ് RBI ആണ്. അഥവാ നമ്മുടെ 3rd ചാപ്റ്റർ മണി ആൻഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ളതാണ്. റിസർവ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ. ഇതൊരു 4-5 മാർക്ക് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അവിടെയും കുറച്ചിട്ട് 3 മാർക്ക് മാത്രമേ കൂട്ടുന്നുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ലിക്വിഡിറ്റി ട്രാപ്പ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് ഫോർ മണിയിൽ അവസാനത്തെയാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്, ഊഹക്കച്ചവടം ചെയ്യാനുള്ള അല്ലേ. അതിൽ പറഞ്ഞ ലിക്വിഡിറ്റി ട്രാപ്പ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം വരും. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 2 മാർക്കെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ദ്രവ്യത കെണി എന്ന് പറയുന്ന സംഗതിയിൽ നിന്നും 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന AD ആണല്ലേ. ഈ ADയുടെ 2 സെക്ടറുകൾ മാത്രമുള്ള മോഡല് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്തായിരിക്കും, C+I അല്ലേ. C എന്താ, I എന്ന് നമുക്കറിയാം, കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഉപഭോഗവും നിക്ഷേപവുമാണ് അവിടെ സൂചിപ്പിക്കുന്ന കാര്യം കേട്ടോ. ജസ്റ്റ് അത് ശ്രദ്ധിച്ച് വെക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോമ്പണൻസ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്, അഥവാ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ എന്നുള്ളതാണ്. ഈ പറഞ്ഞ 5ാമത്തെ ചാപ്റ്റർ നമുക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. നമുക്കറിയാം റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ്, അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് 4 ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വൃത്തിയായിട്ട് നോക്കുക. നെക്സ്റ്റ് ലിങ്കേജുകളാണ് പറഞ്ഞത്. ലിങ്കേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 തരത്തിലുണ്ട് അല്ലേ. ഇത് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ കമ്പോണൻസ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ് നമുക്കൊരു 3 മാർക്ക് കൂട്ടാം. അതുപോലെ സെക്ടേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 മാർക്കിനും നമുക്കവിടെ കൂട്ടിയേക്കാം. അപ്പോൾ ഇത്രയും മാർക്ക് നമ്മൾ കൂട്ടുന്നു. ലാസ്റ്റ് ആയിട്ട് BOT അഥവാ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ബാലൻസ് ഓഫ് ട്രേഡ് എന്ന ഭാഗത്തുനിന്ന് കൂടി നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതൊരു 2 മാർക്കിന് മാത്രമേ നമ്മൾ കൂട്ടുന്നുള്ളൂ. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ ആകെ ഇത്രയും മാർക്ക് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 25 മാർക്കോളം നമ്മളിവിടെയും കൂട്ടിയിട്ട് ഇപ്പം നമ്മൾ കൂട്ടി വെച്ചത് ഒരു 55 മാർക്കല്ലേ സാറേ, ഇത് പാസ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ടല്ലോ. എടാ ഈ ചോദ്യം എല്ലാം വരുമെന്നല്ല പറഞ്ഞത്, സാധാരണ നിങ്ങൾക്ക് പാസ് ആവാറുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്രയെങ്കിലും പഠിച്ചുക. അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കുന്നോളം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുന്നിക്കുരുവോളം കിട്ടും അല്ലേ. അതുപോലെ ഞാൻ പറയുന്നു, നിങ്ങൾ ഇത്രയും കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് ആവാനുള്ള മാർക്ക് കിട്ടും. ഇനി ഇതൊക്കെ എവിടെ നോക്കിയിട്ട് പഠിക്കും എന്നൊരു ഡൗട്ട് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മൈക്രോ മാക്രോ കംപ്ലീറ്റ് ചാപ്റ്ററിലെയും വരാവുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ലൈവ് സീരീസ് തുടങ്ങുന്നത് നമ്മൾ ആദ്യത്തെ ലൈവ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ലൈവ് നമ്മൾ നടത്തിയതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോയിലെ 3 ചാപ്റ്ററുകൾ വെച്ചിട്ടായിരുന്നു. പിന്നീടുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ നോക്കിക്കൊണ്ടോ, 12 നമ്മൾ പറയുന്നത് 12, 13, 14, 15, 16 എന്നീ മാർച്ച് മാസത്തിലെ ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ ബാക്കിയുള്ള ലൈവുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ചോദ്യങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കാം, ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ചോദ്യം മാത്രമായിരിക്കും ഇനി ബാക്കിയുണ്ടാവുക. അപ്പോൾ ഇത്രയും നിങ്ങൾ നോക്കിക്കുക, നന്നായിട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും പാസ്സാവാൻ കഴിയട്ടെ മക്കളെ. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഈ പരീക്ഷയുമായിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും കാണണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജ്ബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.